ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 202 സീറ്റുകളിൽ വിജയമുറപ്പിച്ച് NDA തുടർഭരണത്തിലേക്ക്. BJP ഏറ്റവും വലിയ ഒറ്റകക്ഷി. മഹാസഖ്യത്തിന് മുന്നേറാൻ സാധിച്ചത് 35 സീറ്റുകളിൽ മാത്രം. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് ഇന്ന് വിജ്ഞാപനമായി. നാമനിർദ്ദേശ പത്രികകൾ ഈ മാസം 21 വരെ സമർപ്പിക്കാം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ ഇടപെടാതെ കേരള ഹൈക്കോടതി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട മറ്റന്നാൾ തുറക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക ഒന്നാം ഇന്നിംഗ്സിൽ 159 റൺസിന് പുറത്ത്. വാർത്തകൾ വിശദമായി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 202 സീറ്റുകളിൽ വിജയമുറപ്പിച്ച് NDA അധികാരത്തിലേക്ക്. BJP 91 സീറ്റിൽ മുന്നേറ്റം കാഴ്ചവെച്ച് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. NDA സഖ്യകക്ഷികളായ JDU 84 സീറ്റിലും LJP 19 ഇടത്തും മുന്നിലാണ്. RJDയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിന് 35 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് നിലനിർത്താൻ സാധിച്ചത്. RJD 25 സീറ്റിലും കോൺഗ്രസ് 6 സീറ്റിലും മാത്രമാണ് മുന്നിലുള്ളത്. AIMIM 5 സീറ്റിലും CPI-ML 3 CPIM-ഉം BSPയും ഓരോ സീറ്റിലും മുന്നിലാണ്. ഔദ്യോഗിക ഫലപ്രഖ്യാപനം വന്ന 96 സീറ്റുകളിൽ BJP 45 സീറ്റിലും JDU 29 സീറ്റിലും വിജയിച്ചു. മറ്റു മണ്ഡലങ്ങളിലെ അന്തിമ ഫലപ്രഖ്യാപനവും വരും മണിക്കൂറുകളിലുണ്ടാകും. ബീഹാർ ഉപമുഖ്യമന്ത്രിയും BJP സ്ഥാനാർത്ഥിയുമായ സാമ്രാട്ട് ചൌധരി താരാപൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു. മറ്റൊരു ഉപമുഖ്യമന്ത്രിയായ വിജയ് കുമാർ സിൻഹ ലക്കിസാരിയിൽ വിജയത്തോട് അടുക്കുകയാണ്. രഘോപൂർ മണ്ഡലത്തിൽ RJD നേതാവ് തേജസ്വി യാദവ് 11,000-ലേറെ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ വീണ്ടും അധികാരത്തിലെത്തിച്ച ജനങ്ങളോട് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ ജനവിധി സദ്ഭരണത്തിന്റെയും വികസനത്തിന്റെയും സാമൂഹിക നീതിയുടെയും വിജയമാണെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ബീഹാറിൽ NDAയ്ക്ക് ലഭിച്ച ചരിത്രപരമായ പൊതുജന പിന്തുണ സർക്കാരിന്റെ വികസനാധിഷ്ഠിതവും ജനക്ഷേമപരവുമായ നയങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ ഫലമാണെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ പ്രതികരിച്ചു. നിതീഷ് കുമാർ സർക്കാർ സ്ത്രീകൾക്കായടക്കം നടപ്പാക്കിയ ജനപ്രിയ പദ്ധതികൾ NDAയുടെ മുന്നേറ്റത്തിൽ നിർണായകമായെന്നാണ് വിലയിരുത്തലുകൾ. നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ സാധിച്ചത് BJPക്കും നേട്ടമാകും. സംസ്ഥാന രാഷ്ട്രീയത്തിലെ യുവമുഖമായി വിശേഷിപ്പിക്കപ്പെട്ട RJD നേതാവ് തേജസ്വി യാദവിന്റെ പ്രതിച്ഛായ വോട്ടാക്കി മാറ്റുന്നതിൽ പരാജയപ്പെട്ടത് മഹാസഖ്യത്തിന് തിരിച്ചടിയായി. ഒറ്റയക്കത്തിലേക്ക് സീറ്റ് നില ചുരുങ്ങിയത് കോൺഗ്രസിനും കനത്ത നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. പ്രശാന്ത് കിഷോറിന്റെ ജൻ സ്വരാജ് പാർട്ടിക്കും ഒരു സീറ്റിലും കാര്യമായ ചലനം സൃഷ്ടിക്കാനായില്ല. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് ഇന്ന് വിജ്ഞാപനമായി. നാമനിർദ്ദേശ പത്രികകൾ ഇന്നു മുതൽ ഈ മാസം 21 വരെ സമർപ്പിക്കാം. ഡിസംബർ 9, 11 തീയതികളിൽ 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13 നടക്കും. കേരളത്തിലെ 1199 തദ്ദേശ സ്ഥാപനങ്ങളിലെ 23,576 വാർഡുകളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പുറപ്പെടുവിച്ചത്. സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞു. പ്രചാരണ യോഗങ്ങളുടെയും വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ടുള്ള വോട്ട് അഭ്യർത്ഥനയുടെയും തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായ ശേഷം 22-ന് സൂക്ഷ്മ പരിശോധന നടക്കും. 24-ആണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഡിസംബർ 9-നും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ 11-നുമാണ് വോട്ടെടുപ്പ്. തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പ് ചെലവിനായി ഒരു സ്ഥാനാർത്ഥിക്ക് വിനിയോഗിക്കാവുന്ന പരമാവധി തുക ഗ്രാമപഞ്ചായത്തിൽ 25,000 രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൽ 75,000 രൂപയും ജില്ലാ പഞ്ചായത്തിൽ 1,50,50,000 രൂപയുമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ പരമാവധി 75,000 രൂപയും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 1,50,50,000 രൂപയും വരെ ചെലവാക്കാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പരിസ്ഥിതി സൗഹൃദമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹരിത മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കി. പ്രചാരണം മുതൽ പോളിംഗ് ബൂത്ത് വരെ പ്ലാസ്റ്റിക് ഒഴിവാക്കി പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ മാത്രം ഉപയോഗിക്കാനാണ് നിർദ്ദേശം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ ഇടപെടാതെ കേരള ഹൈക്കോടതി. വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്ന് പറഞ്ഞ ജസ്റ്റിസ് വിജി അരുൺ ഹർജിയിലെ നടപടികൾ അവസാനിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ SIR നടപ്പാക്കുന്നത് തെരഞ്ഞെടുപ്പിന് സുഗമമായ നടത്തിപ്പിനെ ബാധിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ ഹർജിയിലെ വാദം. അതേസമയം പകുതിയിലധികം നടപടിക്രമങ്ങളും ഇതിനകം പൂർത്തിയായ സാഹചര്യത്തിൽ SIR നീട്ടിവെക്കുന്നത് പ്രക്രിയ ഇടയ്ക്ക് വെച്ച് തടയുന്നതിന് തുല്യമാണെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചു.
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ നിലവിലുള്ള വോട്ടർ പട്ടികയുടെ സൂക്ഷ്മ പരിശോധനയാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. SIRന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്നലെ വരെ 1.25 കോടിയിലധികം വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. നിലവിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിന്റെ സ്ക്രൂട്ടിനിയാണ് ഇപ്പോൾ SIR മൂലം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഏതെങ്കിലും വിധത്തിലുള്ള ആള് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അത് മാറ്റാനും, ഏതെങ്കിലും ഷിഫ്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ വേറെ സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പക്ഷെ ആളുടെ പേര് ഇവിടെ ഉണ്ടെങ്കിൽ അത് കൂടി ക്ലീൻ ചെയ്യാനും. പിന്നെ മൂന്നാമത്തെ കാര്യം, ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് 2 സ്ഥലത്ത് വോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് കൂടി നമുക്ക് ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് SIRയുടെ ഉദ്ദേശം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകുന്നേരം 5-ന് തുറക്കും. ദർശനത്തിനായി ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. തത്സമയ ബുക്കിംഗ് കൌണ്ടറുകൾ പമ്പ, നിലയ്ക്കൽ, എരുമേലി, വണ്ടിപ്പെരിയാർ, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ തയ്യാർ ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓൺലൈനായി 70,000 പേർക്കും തത്സമയ ബുക്കിംഗ് വഴി 20,000 പേർക്കും ദർശനം സാധ്യമാകും. വൃശ്ചികം 1 17-ന് രാവിലെ 3-നാണ് നട തുറക്കുന്നത്. ഡിസംബർ 17-നാണ് മണ്ഡല പൂജ. മകരവിളക്ക് ജനുവരി 14-നാണ്. അന്താരാഷ്ട്ര വ്യാപാര മേളയിലെ കേരളത്തിന്റെ പവിലിയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഭാരത് മണ്ഡപത്തിൽ പ്രഗതി മൈതാനിൽ ഈ മാസം 27 വരെയാണ് മേള നടക്കുന്നത്. പ്രദർശന നഗരിയിലെ സ്റ്റാളുകൾ മുഖ്യമന്ത്രി സന്ദർശിച്ചു. കണ്ണൂർ പാനൂർ പാലത്തായി പീഡന കേസിൽ പ്രതി പത്മരാജൻ കുറ്റക്കാരനെന്ന് തലശ്ശേരി പോക്സോ അതിവേഗ കോടതി. ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. 9 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ അധ്യാപകനായ പത്മരാജൻ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കേസിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. ഋതുഭേദങ്ങൾക്കൊപ്പം സൗന്ദര്യക്കുപ്പായം മാറി മാറി അണിയുന്ന ഇടുക്കിയിലെ അയ്യപ്പൻകോവിൽ തൂക്കുപാലം സന്ദർശകർക്ക് കാഴ്ച വിരുന്നൊരുക്കുന്നു. കോടമഞ്ഞിന്റെ പശ്ചാത്തലത്തിൽ നീണ്ടു പരന്നു കിടക്കുന്ന നീല ജലാശയത്തിന് കുറുകെ 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കൂറ്റൻ തൂക്കുപാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ അവിസ്മരണീയമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ ആരുടെയും മനം മയക്കുന്നതാണ്. മഴക്കാലത്തും വേനൽക്കാലത്തും സൗന്ദര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നതാണ് അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന്റെ പ്രധാന സവിശേഷതകളിലൊന്ന്. വർഷകാലത്താണെങ്കിൽ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നീല ജലാശയവും തടാകത്തിനരികിൽ തലയുയർത്തി നിൽക്കുന്ന മുളങ്കാടുകളും ഒക്കെയായി മറ്റേതോ ലോകത്തെത്തിയ പ്രതീതി സൃഷ്ടിക്കും. വേനൽക്കാലത്ത് വെള്ളമിറങ്ങുമ്പോൾ സൗന്ദര്യം മറ്റൊരു കാഴ്ചയ്ക്ക് മിഴി തുറക്കും. വറ്റിവരണ്ട പെരിയാറ്റിലെ കല്ലിൻ കൂട്ടങ്ങളുടെ വിദൂര ദൃശ്യവും പച്ചപ്പ് വിരിച്ച പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള മൺപാതകളും കാറ്റും കുളിർമഞ്ഞും ഒക്കെയായി കാഴ്ചയുടെ മറ്റൊരു ദൃശ്യവിരുന്ന് തന്നെയാണ് ഇവിടം ഒരുക്കുന്നത്. ഉത്തര മലബാറിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സാധ്യതകൾ ആഗോള വിനോദസഞ്ചാരികൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന 3ാമത് നോർത്ത് മലബാർ ട്രാവൽ ബസാർ നാളെയും മറ്റന്നാളും കണ്ണൂരിൽ നടക്കും. പ്രശസ്ത ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മേള ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷന്റെയും കണ്ണൂർ വിമാനത്താവളത്തിന്റെയും മെട്രോ മാർട്ടിന്റെയും ആഭിമുഖ്യത്തിലാണ് ട്രാവൽ ബസാർ സംഘടിപ്പിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന 120ഓളം സ്ഥാപനങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മേളയിൽ പരിചയപ്പെടുത്തും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതിനകം 1000-ലധികം ടൂർ ഓപ്പറേറ്റർമാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രമുഖ ടൂറിസം സ്ഥാപനങ്ങളുടെ ബിസിനസ് പ്രസന്റേഷനും സാംസ്കാരിക പരിപാടികളും ഉണ്ടാവും. കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്ക 1-ാം ഇന്നിംഗ്സിൽ 159 റൺസിന് പുറത്ത്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ദക്ഷിണാഫ്രിക്കയ്ക്ക് ആദ്യ ദിനം തന്നെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമാകുകയായിരുന്നു. ഇന്ത്യയ്ക്കായി ജസ്പ്രീത് ബുംറ 5 വിക്കറ്റ് വീഴ്ത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഇന്ന് കളി അവസാനിക്കുമ്പോൾ 1 വിക്കറ്റിന് 37 റൺസ് എന്ന നിലയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 202 സീറ്റുകളിൽ വിജയമുറപ്പിച്ച് NDA തുടർഭരണത്തിലേക്ക്. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. മഹാസഖ്യത്തിന് മുന്നേറാൻ സാധിച്ചത് 35 സീറ്റുകളിൽ മാത്രം. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് ഇന്ന് വിജ്ഞാപനമായി. നാമനിർദ്ദേശ പത്രികകൾ ഈ മാസം 21 വരെ സമർപ്പിക്കാം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ ഇടപെടാതെ കേരള ഹൈക്കോടതി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട മറ്റന്നാൾ തുറക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്ക 1-ാം ഇന്നിംഗ്സിൽ 159 റൺസിന് പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.